നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ധാര വന്നിരിക്കുന്ന നോക്കിയേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി ഗംഗെ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഞാനിതെല്ലാം ഹോസ്പിറ്റലിൽ വന്നപ്പോ നിന്നോട് പറഞ്ഞതല്ലേ. എന്തിനാ ഗംഗ ആ ബസ്സിൽ കയറാൻ പോയത്? അതിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഗംഗയ്ക്കൊന്നും സംഭവിക്കാത്തത് എന്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചതാ ഞാൻ. എന്റെ ജീവൻ പകരം കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. മോൻ പറഞ്ഞത് സത്യമാ. നിന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ എന്റെ മോള് ഒരു പോറല് പോലും പറ്റാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. സത്യം പറയാലോ, ഞാൻ ഗംഗയെ ഇത്രയും സ്നേഹിക്കുന്നെന്ന് എനിക്ക് തന്നെ ബോധ്യമായ നിമിഷമായിരുന്നു അത്. കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പ്രാണൻ വെടിഞ്ഞ് നിനക്കൊപ്പം വരാൻ തയ്യാറായതാ ഞാൻ. എന്റെ മോള് ചെയ്ത പുണ്യം കൊണ്ടാ നിന്നെപ്പോലൊരാളെ ഇവൾക്ക് കിട്ടിയത്, അല്ലേ മോളെ? ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ഉണ്ട് നടത്താൻ. ഇപ്പൊ ഒരെണ്ണം ചെയ്തിട്ടാ വരുന്നേ. ഗംഗയെ തിരിച്ചു തന്നതിന് ശ്രീകണ്ഠേശ്വരത്ത് പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇനി എന്റെ ഗംഗയ്ക്ക് ഒരു ദുഃഖവും ദുരിതവും ഉണ്ടാവില്ല. ഗംഗ എന്തൊന്നും മിണ്ടാത്തെ? ഗംഗയുടെ സംസാരം കേൾക്കാനല്ലേ ഞാൻ ഓടി വന്നത്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ, ഇവൾ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അറിയാം. എനിക്കൊന്നിനും പരാതിയില്ല മുത്തശ്ശി. കാരണം ഞാൻ ഗംഗയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ആരാ മോനെ? അത് എന്റെ ഒരു സുഹൃത്താ മുത്തശ്ശി. മോൻ ഫോണെടുത്ത് സംസാരിക്കേ. വേണ്ട മുത്തശ്ശി, ഇത് ഞാൻ എന്റെ ഗംഗയോടും മുത്തശ്ശിയോടും സംസാരിക്കുന്ന സമയമല്ലേ. അതിനിടയിൽ മറ്റൊന്നിനും പോവാൻ എനിക്ക് താല്പര്യമില്ല. അതിനെന്താ, ഫോൺ ചെയ്തിട്ടും സംസാരിക്കാമല്ലോ. മോൻ പോയി ഫോൺ എടുത്ത് സംസാരിക്കേ. ശരി, മുത്തശ്ശി പറയുന്ന എന്തോ അനുസരിക്കാനാ എനിക്കിഷ്ടം. മോളെ, എന്ത് നല്ല പയ്യനാ. എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.